നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർവശിക്ഷാ അഭിയാൻ മതിലകം BRCയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക പരിഗണനയർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാട്ടൂരിൽ കക്കൂസ് മാലിന്യം തള്ളാനെത്തിയ ടാങ്കർ ലോറി നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിലെ അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. വാർത്തകൾ വിശദമായി. സർവശിക്ഷാ അഭിയാൻ മതിലകം BRCയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക പരിഗണനയർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി. ചന്ദ്രാപിന്നി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ തന്നെ കാവലാളാവുക എന്നതിൻ്റെ ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്നത് എന്തുകൊണ്ടും ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഗ്രാമത്തിൻ്റെയും രാജ്യത്തിൻ്റെയും എല്ലാം തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന ഉത്തമ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ. നാളത്തെ പൗരന്മാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാഭ്യാസ രംഗത്ത് ചെലവഴിക്കപ്പെടുന്ന വളരെ മൂല്യവത്തായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ഫണ്ട് ചെലവഴിക്കുക. ഏറെ പരിമിതി ഉണ്ടെങ്കിലും ഈ SSA വഴി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇനിയും കുറേ കൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. കാലാകാലങ്ങളിൽ നമ്മൾ ക്യാമ്പ് നടത്തും. അതിനാവശ്യമായ ഫണ്ടുകളെല്ലാം തന്നെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് വരുന്നതിനുള്ള താമസങ്ങളുണ്ട്. അത് പരിഹരിക്കുന്നതിന് നമ്മുടെ ഗ്രാമപഞ്ചായത്തും ഇതിൻ്റെ BRCയും എല്ലാം തന്നെ ആലോചനയ്ക്ക് വിധേയമാക്കി. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷാഫി അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ TK ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. മതിലകം BPO CA രഞ്ജിത്ത് പദ്ധതി വിശദീകരണം നടത്തി. പെരിഞ്ഞനം CHCയിലെ ഒപ്റ്റോമെട്രിസ്റ്റ് സുജാത ക്യാമ്പിന് നേതൃത്വം നൽകി. നേത്രവൈകല്യം, അസ്ഥിവൈകല്യം, ശ്രവണവൈകല്യം, ബുദ്ധിവൈകല്യം എന്നീ വിഭാഗങ്ങൾക്കാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കാട്ടൂരിൽ കക്കൂസ് മാലിന്യം തള്ളാനെത്തിയ ടാങ്കർ ലോറി നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ചെട്ടിയാൽ തേക്കുമൂല റോഡിലെ കോതറ പാലത്തിന് സമീപമാണ് ഇന്ന് പുലർച്ചെ 5 മണിയോടെ കക്കൂസ് മാലിന്യം തള്ളിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വാഹനം തടഞ്ഞു വയ്ക്കുകയായിരുന്നു. ലോറിയിൽ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. ഈ പ്രദേശത്ത് കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവായതിനെ തുടർന്ന് നാട്ടുകാർ ദുരിതത്തിലായിരുന്നു. ടാങ്കർ ലോറിയുടെ മുൻവശത്തെ ഗ്ലാസ് തകർത്ത നിലയിലാണ്. കാട്ടൂർ പോലീസ് കേസെടുത്തു. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC കാർഡിൽ കൃത്രിമം കാണിച്ചെന്ന ആരോപണ വിധേയനായ ഓഫീസ് ക്ലർക്കിനെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ചേർന്ന് തടഞ്ഞു. സ്കൂളിൽ നിന്ന് +2 പാസ്സായ വിദ്യാർത്ഥികളിൽ ചിലരുടെ SSLC കാർഡിൽ അക്ഷരങ്ങളും അക്കങ്ങളും മായ്ച്ചെന്ന ആരോപണം നിലനിൽക്കെ ജോലിക്കെത്തിയ ഓഫീസ് ക്ലർക്ക് സതീഷ് കുമാറിനെ വിദ്യാർത്ഥികളും PTA നേതൃത്വത്തിൽ അധ്യാപകരും ചേർന്ന് തടയുകയായിരുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇയാൾ മടങ്ങി. കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിലെ അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെ വെൽഫെയർ പാർട്ടി കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ യോഗം നടത്തി. കാളമുറിയിൽ നടന്ന യോഗത്തിൽ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS ബാപ്പു അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഷാജഹാൻ, ജില്ലാ സെക്രട്ടറി ഷിഹാബ് കാളമുറി, ജില്ലാ കമ്മിറ്റി അംഗം സേവ്യർ മാളിയേക്കൽ, ഉസ്മാൻ പോക്കാക്കിലത്ത് എന്നിവർ സംസാരിച്ചു. ഈ മെമ്പർ പാർട്ടി സ്ഥാനത്ത് തുടരുന്നത് ഇനി പഞ്ചായത്തിനെ മാത്രമല്ല ബാധിക്കാൻ പോകുന്നത്, സംരക്ഷിക്കുന്ന പാർട്ടിയെയും അത് ബാധിക്കും. നാറുന്നവന് പേറിയാൽ പേറുന്നവനും നാറും എന്ന തത്വമനുസരിച്ച് ഇനി കോൺഗ്രസും ഇതിൽ പ്രതിസ്ഥാനത്ത് വരും. അതുകൊണ്ട് കോൺഗ്രസിന് മാന്യതയുണ്ടെങ്കിൽ പൊതുസമൂഹം അവരെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ മെമ്പറെ തലസ്ഥാനത്ത് നിന്ന് എത്രയും പെട്ടെന്ന് പുറത്താക്കുക എന്ന പ്രാഥമികമായ ഒരു നടപടിക്രമം അവർ പാലിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ പൊതുയോഗം നടക്കുന്നത് വരെ അങ്ങനെയൊരു തീരുമാനം പാർട്ടി എടുത്തതായി കാണുന്നില്ല. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കാര കാതിയാളം ജുമാ മസ്ജിദിൽ വ്യാജ രസീതുമായി പിരിവിന് ശ്രമിച്ചയാളെ വിശ്വാസികൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു.
എറണാകുളം കളമശ്ശേരി ബദറിയ ജുമാ മസ്ജിദിന്റെ പേരിലാണ് ഇയാൾ പിരിവിന് ശ്രമിച്ചത്. ജുമുഅ നമസ്കാരത്തിനെത്തിയവരിൽ നിന്നും സംഭാവന പിരിക്കുന്നതിനിടയിൽ സംശയം തോന്നിയവർ ഇയാളെ പിടികൂടി ചോദ്യം ചെയ്യുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. അബ്ദുൾ മജീദ് എന്നാണ് പേരെന്നും ചാവക്കാട് തൊട്ടാപ്പ് സ്വദേശിയാണെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. റംസാൻ വ്രതാചരണത്തിനിടയിൽ ഇത്തരത്തിലുള്ള വ്യാജ പിരിവുകാർ പണപ്പിരിവ് നടത്തുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. വിമത മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും മാറി CPM-ൽ ചേർന്നതിന്റെ രാഷ്ട്രീയ വിരോധത്തിൽ തളിക്കുളം തമ്പാൻകടവ് സ്വദേശി വേണേക്കാടൻ മനോജ് കുമാറിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ 6 വിമത CPM പ്രവർത്തകരെ 8 വർഷം കഠിന തടവിനും 42,000 രൂപ വീതം പിഴ അടയ്ക്കാനും തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് സെഷൻ കോടതി വിധിച്ചു. തമ്പാൻകടവ് സ്വദേശികളായ കളപ്പുരയ്ക്കൽ സുരേഷ്, കുന്നത്തുള്ളി മനോജ്, കളപ്പുരയ്ക്കൽ സുനിലാൽ, പന്നിപ്പുലത്ത് പ്രസാദ്, മേലെടത്ത് സുരേഷ്, പുല്ലാനിക്കൽ പ്രേമൻ എന്നിവരെയാണ് വിവിധ വകുപ്പുകൾ പ്രകാരം 8 വർഷം 4.5 മാസവും കഠിന തടവിനും 42,000 രൂപ പിഴ അടയ്ക്കാനും പിഴ അടയ്ക്കാത്ത പക്ഷം 9 മാസം കൂടി ശിക്ഷ അനുഭവിക്കുവാനും ശിക്ഷിച്ചുകൊണ്ട് തൃശൂർ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി S. ഭാരതി വിധി പ്രസ്താവിച്ചത്. 2010 ഓഗസ്റ്റ് 22-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 11 സാക്ഷികളെയും 11 രേഖകളും ആക്രമണത്തിനുപയോഗിച്ച ഇരുമ്പ് പൈപ്പും സോഡാ കുപ്പികളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വലപ്പാട് CI ആയിരുന്ന ഷാജി ജോസ് ആണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ PA മെഹബൂബ് അലി കോടതിയിൽ ഹാജരായി. ഇനിയൊരു ഇടവേള.